2026 ജനുവരി 1 തിരുവനന്തപുരം ഭീമാപള്ളിയിൽ നിന്ന് കാൽനടയായി വരുന്നതാണ്. അതിപ്പോ നമ്മളതിന് കാൽനടയായി വരേണ്ട ആവശ്യമില്ല. അപ്പോ പിന്നെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോന്നാല് നേരെ മംഗലാപുരത്തി എന്ന് ഇറങ്ങാം. അതല്ലെങ്കിൽ ട്രെയിനിന് പോയിക്കാണെങ്കിൽ അവിടെ പോയി ഇറങ്ങാം. ബസ്സിന് പോവാം. കാർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വെറുതെ നടന്ന് ബുദ്ധിമുട്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ അതിനെ അംഗീകരിക്കാം. പക്ഷേ ഞാൻ ദുആ ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹമ്മദ് സലീമിന്റെയും ആഫിദ് മുഹമ്മദ് ജുനൈദ് മന്നാനിയുടെയും ഈ പ്രവർത്തനം അവർക്കുള്ളതായ അമിതമായ ഒരു മഹബത്താണ് ദീനിനോടുള്ള സമസ്തകേര ജമിയത്തുൽ ഉലമയോടുള്ള അതിന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എവിടെ രമേശ് എവിടെ നമ്മുടെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളന വേദിയായ കാസർഗോഡ് കുണിയയിലേക്ക് 2026 ജനുവരി 1 ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം ഭീമാപ്പള്ളി ദർഗാങ്കണത്തിൽ നിന്നും കാൽനടയായി കാസർഗോഡ് കുണിയയിലേക്ക് നടന്നു പോകുന്ന SKSSFന്റെ ആലപ്പുഴ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഹാഫിൽ ജുനൈദ് മന്നാനിയും കായംകുളം മേഖല കാര്യദർശി പ്രിയപ്പെട്ട മുഹമ്മദ് സലീം അസ്ലമിക്കുമുള്ള സമസ്തയുടെ പതാക ബഹുമാന്യരായ സയ്യിദുൽ ഉലമ കൈമാറുകയാണ്. ഇരുവർക്കും അല്ലാഹു ആഫിയത്തോടെ ആ കാൽനടയാത്ര പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.